ഇനി പോകുന്നത് കണ്ണൂർ ജില്ലയിലേക്ക് സജോ ദേവസ്യ തത്സമയ വിവരങ്ങളുമായി. സജോ, കണ്ണൂർ ജില്ലയിൽ UDF-നെ സംബന്ധിച്ച് ആദ്യം ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കെ സുധാകരൻ മത്സരിക്കുമോ എന്നുള്ളതിൽ. അദ്ദേഹം മത്സരിക്കാൻ ആദ്യം താല്പര്യം അറിയിച്ചിരുന്നുമില്ല. പക്ഷേ പിന്നീട് നേതൃത്വത്തിൻ്റെ ശക്തമായ ഒരു തീരുമാനം എന്ന തരത്തിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നു. അവിടെ EP ജയരാജൻ എന്ന കരുത്തനായ സ്ഥാനാർത്ഥി LDF നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഏത് തരത്തിലേക്ക് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നുണ്ട്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി കൂടി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ചൂട് പിടിക്കാൻ പോകുന്നത്? അനുജ, സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ ഒന്ന് നടക്കുന്നത് കണ്ണൂരിൽ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. നേരത്തെ ഇപ്പോൾ ചുമതല മാറിയെങ്കിലും KPCC അധ്യക്ഷൻ K സുധാകരൻ, സിറ്റിംഗ് MP, അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ AICCയുടെ അടക്കം സമ്മർദ്ദം, അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നു. CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അതായത് രാജ്യത്തെ തന്നെ CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം അല്ലെങ്കിൽ യൂണിറ്റിന്റെ അമരക്കാരനായ MB ജയരാജനാണ് ഇടതുപക്ഷത്തിന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ UDF സ്ഥാനാർത്ഥിയായി കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച C രഘുനാഥാണ് NDA സ്ഥാനാർത്ഥിയായി കളത്തിലുള്ളത്. മണ്ഡലത്തിന്റെ ഒരു പൊതു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ UDF-നാണ് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് ജയം പാർലമെന്റ് സീറ്റിൽ, അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് UDF-നാണ് എന്ന കാര്യം, അതായത് മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് UDF-ന് തന്നെയാണ്. അതായത് നിയമസഭാ സീറ്റുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ആകെ 7 സീറ്റുകളാണ്. അതിൽ 5 സീറ്റുകളും ഇപ്പോഴും ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ 5 സീറ്റും LDF-ന്റെ കൈവശമാണ്. 2 മലയോര മണ്ഡലങ്ങൾ, അതായത് പേരാവൂരും ഇരിക്കൂറും മാത്രമാണ് UDF-ന്റെ കൈവശമുള്ളത്. പക്ഷേ അതാകുമ്പോൾ തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വോട്ടിംഗ് പാറ്റേൺ കാണിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ. 5 തവണ പഴയ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ 5 തവണ തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ്. K സുധാകരൻ്റെ ഇത് 4ാമത്തെ അംഗമാണ്, 4ാമത്തെ ഊഴമാണ്. അതിൽ അദ്ദേഹം 3 തവണയും വിജയ തീരമണിഞ്ഞു. 1 തവണ അദ്ദേഹം പരാജയപ്പെട്ടു PK ശ്രീമതിയോട് എന്നതാണ്. MB ജയരാജനാണ് ഇത്തവണ എതിരാളി. നമുക്ക് കഴിഞ്ഞ തവണത്തെ നിയമസഭാ പോരാട്ടത്തിലെ ഭൂരിപക്ഷം മാത്രം എടുത്ത് പരിശോധിച്ചാൽ, അതായത് ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലും അവർ ജയിച്ച ഭൂരിപക്ഷം മാത്രം എടുത്ത് കണക്ക് കൂട്ടിയാൽ 1,20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം LDF-നുണ്ട് എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. അതായത് അത്രയും വലിയ പൊളിറ്റിക്കൽ വോട്ട് LDF-നുണ്ട് എന്നതാണ്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേപടി പ്രതിഫലിക്കാറില്ല. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ സെക്രട്ടറിയെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നത്. ഏതാണ്ട് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ പരിഗണിച്ചാൽ ഒരു മൈനോറിറ്റി വോട്ടുകൾ 40% കണ്ണൂർ മണ്ഡലത്തിലുണ്ട്. 60% ഭൂരിപക്ഷ വോട്ടുകൾ. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നത് തന്നെയാണ് മുന്നണികൾക്ക് നിർണായകമാവുക. അതുകൊണ്ട് കോൺഗ്രസ് തന്നെ സുധാകരൻ മത്സരിച്ചാൽ താൻ ഏറ്റവും മികച്ച പോരാട്ടം കാഴ്ചവെക്കാനാകും, അതല്ലെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ സമ്മർദ്ദം ഉണ്ടായത്. അതുകൊണ്ട് K സുധാകരൻ മത്സരരംഗത്തുണ്ട് എന്നതാണ് UDF-ന്റെ ആത്മവിശ്വാസം. അതേസമയം ഇത്തവണ ഈ പൊളിറ്റിക്കൽ വോട്ടുകൾ കൃത്യമായി സമാഹരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയും ആത്മവിശ്വാസമാണ് LDF-നെ നയിക്കുന്നത്. ഏതായാലും ഏറ്റവും തീവ്രമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ് കണ്ണൂർ. അനുജ, അതെ, അതിൽ തന്നെ ഏറ്റവും കൗതുകകരമായ കാര്യം സജോ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസിൽ K സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായി കൂടിയായിരുന്ന രഘുനാഥാണ് NDA സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.